सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्दതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 32ാമത്തെ പദ്യം മുതൽക്കാണ്. അരിബ്രഹ്മരിന്ദ്രர்களാദികളാർ தானசரிவிரத்தனின்பத்தை சாற்றின் பரமசிவன் தானே சரி மீட்டு சாற்றுகிற்றான் சரி வேறானாரை வேதமറിയാ. അരിബ്രഹ്മർ ഇന്ദ്രர்களാദികളാർ. അരി എന്ന് പറഞ്ഞാൽ ഹരി, ബ്രഹ്മൻ ബ്രഹ്മദേവൻ, ബ്രഹ്മാവ്, ഇന്ദ്രർ ഇവരൊക്കെയാണല്ലോ ഊർധ്വലോകവാസികൾ. നമ്മെക്കാളും കൂടുതൽ സുഖം അനുഭവിക്കുന്ന കൂട്ടരാണിവർ എന്നാണ് വൈപ്പ്. അതുകൊണ്ടാണ് മനുഷ്യർ ഭൂമിയിൽ യാഗയജ്ഞാദികളൊക്കെ ചെയ്ത് സ്വർഗലോകത്തെത്താൻ ആഗ്രഹിക്കുന്നത്. അവിടെ സുഖത്തിന് കൂടുതലുണ്ട്. ഈ ജ്ഞാനിയുടെ സുഖം ഈ ഹരിക്കോ ബ്രഹ്മാവിനോ ഇന്ദ്രനോ പോലും ഇല്ല എന്നാണ്. അരിബ്രഹ്മർ ഇന്ദ്രர்களാദികളാർ. ഹരി, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവർ താനശരി വിരത്തനിൻപത്തൈ ശാട്രിൻ ഇവരുടെ സുഖത്തിന് തുല്യമാണ്. ആരനുഭവിക്കുന്ന സുഖം? ഒരു ജ്ഞാനി ജീവൻ മുക്തൻ ശരീരത്തോടു കൂടി ഇരിക്കവേ അനുഭവിക്കുന്ന സുഖം. അതായത് ഒരു ജ്ഞാനി അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ സുഖം ഈ പറഞ്ഞ ഊർധ്വലോകവാസികൾ ആരും അനുഭവിക്കുന്നില്ല. അരിബ്രഹ്മർ ഇന്ദ്രர்கள் ആദികളാർ ശരി ഇവരുടെയൊക്കെ സുഖം കൂട്ടിയാൽ ഒരുമിച്ച് ചേർത്താൽ ജ്ഞാനിയുടെ സുഖമായി. അപ്പൊ ഇവർ ഓരോരുത്തരും വ്യക്തിപരമായി ജ്ഞാനി അനുഭവിക്കുന്നതിന്റെ അത്രയും സുഖം അനുഭവിക്കുന്നില്ല. വിരക്തൻ ഇൻപത്തൈ ശാട്രിൻ. വിരക്തൻ എന്ന് പറഞ്ഞാൽ വിരക്തൻ, വിരക്തി വന്നവൻ, നിസ്സംഗൻ, തത്വജ്ഞാനി. ആ തത്വജ്ഞാനിയുടെ ഇൻപം, സുഖം, ആനന്ദം ശാട്രിൻ പറഞ്ഞാൽ, അതിനെക്കുറിച്ച് വർണ്ണിച്ചാൽ ജീവൻ മുക്തന്റെ സുഖം എത്രയുണ്ടാവും എന്ന് പറഞ്ഞാൽ പരമശിവൻ താനേ ശരി പരമേശ്വരൻ അനുഭവിക്കുന്ന സുഖത്തിന് തുല്യം. ആനന്ദത്തിന്റെ അനുഭവം പറയുമ്പോൾ ബ്രഹ്മാ വിഷ്ണുക്കളെക്കാളും കൂടുതൽ സുഖം അനുഭവിക്കുന്നു പരമേശ്വരൻ, പരമശിവൻ എന്നാണ് പറയാറുള്ളത്. അപ്പോ ഈ പരമേശ്വരന്റെ സുഖത്തോളം സുഖം ജ്ഞാനി അനുഭവിക്കുന്നു. പരമശിവൻ താനേ ശരി മീട്ട് ശാട്രികിൻ ശരി. മീട്ട് ശാട്രികിൻ വീണ്ടും പറയുകയാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ചോദിച്ചാൽ എത്ര ആനന്ദം അനുഭവിക്കും ഈ ജ്ഞാനി, എന്തുമാത്രം സുഖം അനുഭവിക്കും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും മീട്ട് ശാട്രികിൽ താൻ ശരി. ഒന്നുകൂടെ നിങ്ങൾ ചോദിക്കുകയാണ്. അതായത് ശ്രീപരമേശ്വരന്റെ അത്രയും സുഖം ഒരു ജ്ഞാനി അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിനേക്കാളും കൂടുതൽ അനുഭവിക്കുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പടിപ്പടിയായിട്ട് പറഞ്ഞു പോവുകയാണ്. ചുരുക്കം ഈ ജ്ഞാനി അനുഭവിക്കുന്ന അത്രയും സുഖം ആരനുഭവിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞാൽ ജ്ഞാനി മാത്രം അനുഭവിക്കുന്നു. അതായത് ജീവൻ മുക്തന്റെ ആനന്ദാനുഭവത്തിന് തുല്യമായി ഉള്ള ആനന്ദം ആരും അനുഭവിക്കുന്നില്ല. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ പോലും ഈ ആനന്ദം അനുഭവിക്കുന്നില്ല. ശാട്രികിൻ താൻ ശരി. അതാണ് ഈ സന്ധിയില് ശാട്രികി ട്രാൻ ശരി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ജീവൻ മുക്തന്റെ സുഖം ബ്രഹ്മസുഖമാണ്, ബ്രഹ്മാനന്ദമാണ്. ആ ബ്രഹ്മാനന്ദം അതുല്യമാണ്, നിസ്സീമമാണ്, അതിലില്ലാത്തതാണ്. അതിന് തുല്യമായി പറയാൻ മറ്റൊരു സുഖമില്ല. വേറാനാരൈ വേദമറിയാ. വേറാനാരൈ വേറ് ആനാരൈ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആത്മജ്ഞാനികളെ. അവർ അദ്വിതീയരാണ്, യുണീക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ. അവർക്ക് പകരം വയ്ക്കാൻ തുല്യമായി മറ്റൊന്നുമില്ല. അവർ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തരാണ്.
എന്ന് പറഞ്ഞാൽ അവർ ഇന്നതിനോട് തുല്യം എന്ന് പറയാൻ, ഉപമിക്കാൻ മറ്റൊന്നില്ല. അങ്ങനെ വേറാനാരെ, എല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ഭിന്നരായി നിൽക്കുന്ന, വ്യത്യസ്തമായി നിൽക്കുന്ന ജ്ഞാനികളെ വേദമറിയാ, വേദത്തിന് പോലും അറിയാൻ സാധ്യമല്ല. ഉപനിഷത്തുകൾക്ക് പോലും ജ്ഞാനിയുടെ ആ ആത്മാനുഭവത്തെയും ആത്മസുഖത്തെയും അറിയാനുള്ള കഴിവില്ല. വാക്കുകൾക്കും മനസ്സിനും അതീതമായ സുഖമാണ് ജ്ഞാനി അനുഭവിക്കുന്നത്. അങ്ങനെ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തനാണ് ജ്ഞാനി, അഹങ്കാരത്തിൽ നിന്നും വ്യത്യസ്തനാണ്. ഇനി ദ്വൈതതലത്തിൽ അനുഭവിക്കപ്പെടുന്ന ആനന്ദത്തിൽ നിന്ന് പോലും അന്യമായി നിൽക്കുന്നവനാണ് ജ്ഞാനി. കേവലാനന്ദ സ്വരൂപികളായ ആ ഭാഗ്യവാന്മാരെ, പുണ്യാത്മാക്കളെ വേദവും അറിയുന്നില്ല. അവരുടെ മഹത്വം വേദങ്ങൾക്ക് പോലും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇത്ര വിശേഷപ്പെട്ട സ്ഥിതിയാണ് ജ്ഞാനിയുടെ സ്ഥിതി. ഹരി, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ ആദിയായ ദേവശ്രേഷ്ഠന്മാർ അനുഭവിക്കുന്ന സുഖം മുഴുവൻ ഈ മഹാജ്ഞാനികൾ അടക്കി അനുഭവിക്കുന്നു. പരമസുഖിയായ ഈ മഹാജ്ഞാനിക്ക് സമൻ ആരെന്ന് നോക്കിയാൽ ആ മഹാജ്ഞാനിക്ക് ശരി സമൻ ആ മഹാജ്ഞാനി തന്നെയാണ്. അതാണ് പറഞ്ഞത്, തുല്യം വയ്ക്കാനില്ല, പകരം വയ്ക്കാനില്ല എന്ന്. അതിനുമേൽ സുഖിയായ ഒരുത്തനുണ്ടോ എന്ന് പരിപാവനമായ വേദവും പറയാൻ മടിക്കുന്നുവത്രേ. അതായത് ആരാലും വെല്ലാൻ സാധിക്കാത്ത സുഖം, സകലതിനെയും അതിക്രമിച്ചു നിൽക്കുന്ന ആനന്ദമാണ് തത്വജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്നത്. പരിപാവനമായ വേദവും പറയാൻ മടിക്കുന്നുവത്രേ. ഇല്ല എന്ന് സാരം. അതായത് ഈ ആനന്ദത്തിന് തുല്യമായി മറ്റൊരാനന്ദമില്ല. താരതമ്യേന സരളമായ ഒരു പദ്യമാണ്, അതുകൊണ്ട് കൂടുതൽ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. ശാലോകമാതി തരും ശൈവ സിദ്ധാന്തി പാലോകം പാർക്ക പണിയും അവൻ മേലെ ഉരുകി തിരുവുളത്ത് കുറ്റപണി ചെയ്വാർ പെരുമൈക്കേതുണ്ടോ പിറ. സാലോകമാതി തരും. സാലോകം എന്ന് പറഞ്ഞാൽ സാലോക്യം. മോക്ഷം 4 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് ജീവൻ മുക്തന്റെ സുഖവും വിദേഹമുക്തന്റെ സുഖവും. ഇങ്ങനെ സുഖത്തിലെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ 2 സുഖമുണ്ട്. നിഴൽ പോലെയുള്ള ഒരു അഹങ്കാരത്തെയും ശരീരത്തെയും വച്ചുകൊണ്ട് അനുഭവിക്കുന്ന സുഖം, അതാണ് ജീവൻ മുക്തന്റെ സുഖം. അതും ഉപേക്ഷിച്ച് വിദേഹമുക്തനായി തീരുമ്പോൾ, ശുദ്ധ ബ്രഹ്മ സ്വരൂപിയായി തീരുമ്പോൾ അനുഭവിക്കുന്ന സുഖം, അത് വിദേഹമുക്തന്റെ സുഖം എന്ന് തരംതിരിക്കുന്നു. എന്നാലും ഈ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് 4 തരത്തിലുള്ള മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇതിനു മുമ്പും പറഞ്ഞതാണ്. മലയാളികൾ സായുജ്യം സായുജ്യം എന്നാണ് പറയുന്നത്. യൂന്ന് ദീർഘിച്ച് പറയരുത്, നീട്ടി പറയരുത്. സായുജ്യം. എന്താണ് ഈ സാലോക്യമുക്തി എന്ന് പറഞ്ഞാൽ? ഭഗവാനെ ഉപാസിച്ച് ഈശ്വരാരാധന ചെയ്ത് ആ പുണ്യം വർദ്ധിച്ച് അവസാനം ഭഗവാന്റെ ലോകത്തിൽ കഴിയാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കും. ഒരേ ലോകത്ത് കഴിയുക. ഉദാഹരണത്തിന് വിഷ്ണുവിന്റെ ലോകമായ വൈകുണ്ഠത്തിൽ കഴിയുക, ശിവന്റെ ലോകമായ കൈലാസത്തിൽ കഴിയുക, ബ്രഹ്മദേവന്റെ ലോകമായ സത്യലോകത്തിൽ കഴിയുക. ഇങ്ങനെ ഭഗവാൻ വസിക്കുന്ന ലോകത്തിൽ താനും കൂടെ വസിക്കുക. ഇതൊന്നും ശരിയായ നിർവചനമൊന്നുമല്ല. സർവവ്യാപിയായ ഈശ്വരന് ഇനി പ്രത്യേകം വസിക്കാൻ ഒരു ലോകമുണ്ടോ? ലോകം അദ്ദേഹത്തിലാണ് വസിക്കുന്നത്. ലോകത്തിന്റെ നിലനിൽപ്പ് ഈശ്വരനിലാണ്. എന്നാലും നമ്മൾ പ്രത്യേക സ്ഥാനങ്ങൾ കൽപ്പിച്ച് വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ ലോകങ്ങളിൽ ഓരോരോ ഈശ്വര ഭാവങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ ലോകത്ത് കഴിയുന്നത് സാലോക്യമുക്തി, അതും മോക്ഷം തന്നെയാണ് എന്നാണ്. കാരണം ഈ ജനിച്ചു മരിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കണക്കിൽ ലൗകിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ലോകത്ത് കഴിയുന്നത് സാലോക്യമുക്തി. ഇനി അതിനേക്കാളും കൂടുതൽ പുണ്യം ചെയ്താൽ ഭഗവാന്റെ ലോകത്ത് കഴിയാം എന്ന് മാത്രമല്ല, ഭഗവാന്റെ സമീപത്ത് കഴിയാം. മഹാവിഷ്ണു അനന്തന്റെ പുറത്ത് ശയിക്കുകയാണെങ്കിൽ അടുത്തൊരു സീറ്റ് കിട്ടുമെന്ന്. അപ്പൊ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. മറ്റേതാകുമ്പോൾ അതേ ലോകത്തിലേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാസ്സൊക്കെ വാങ്ങിച്ച് ആയിരിക്കും പോയി കാണേണ്ടി വരുന്നത്. ഇതങ്ങനെയല്ല. ഭഗവാന്റെ സമീപത്തിരിക്കാം,
അതാണ് സാമീപ്യമുക്തി. ഇനി കുറെ കൂടെ പുണ്യം ചെയ്തവർക്ക് എന്ത് മുക്തിയാണ് സിദ്ധിക്കുക എന്ന് ചോദിച്ചാൽ സാരൂപ്യമുക്തി. എന്താണ് ഈ സാരൂപ്യം? ഭഗവാന്റെ രൂപം പോലെ തൻ്റെയും രൂപമായിത്തീരും. ഭഗവാൻ ശംഖചക്ര ഗദാപാണിയാണെങ്കിൽ നമുക്കും ശംഖം, ചക്രം, ഗദ, പത്മം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ധരിക്കാൻ പറ്റും. ഭഗവാന്റെ രൂപം പോലെ ആയിത്തീരും തൻ്റെ രൂപം. അപ്പൊ ആ പുണ്യത്തിന്റെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചാണ് ഈ ഓരോ മുക്തിയും. സാലോക്യത്തെക്കാളും ഉയർന്നതാണ് സാമീപ്യം, സാമീപ്യത്തെക്കാളും ഉയർന്നതാണ് സാരൂപ്യം, സാരൂപ്യത്തെക്കാളും ഉയർന്ന ഒരു മുക്തിയുണ്ട്, അതാണ് നാലാമത്തേതായ സായുജ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനായി തീരുക. മറ്റേത് ഭഗവാന്റെ രൂപം എടുക്കുകയല്ല, ഭഗവാന്റെ രൂപം ആ ഭജനത്തിലൂടെ തനിക്കും സിദ്ധിച്ച് ഭഗവാനെ പോലെ ആയിത്തീരുക. ഇവിടെ പോലെ ആയിത്തീരലൊന്നുമില്ല, താൻ ഭഗവാനുമായി അലിഞ്ഞു ചേർന്ന് ഒന്നായിത്തീരുന്നു. അതാണ് സായുജ്യം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുക്തി എന്നാണ് അഭിജ്ഞമതം. സാലോകമാദി, സാലോക്യം തുടങ്ങിയ മുക്തികൾ നൽകുന്ന, ആദി തരും നൽകുന്ന ശൈവ സിദ്ധാന്തി. ശൈവ സിദ്ധാന്തി എന്ന് പറഞ്ഞാൽ ശൈവ സിദ്ധാന്തം നല്ലതുപോലെ പഠിച്ച് ശിവതത്വത്തെ സാക്ഷാത്കരിച്ചവൻ എന്നർത്ഥം. ശിവയോഗി എന്ന് നമുക്ക് പറയാം. ആ ശിവയോഗി പാലോകം പാർക്ക പണിയും അവൻ. പാലോകം എന്ന് പറഞ്ഞാൽ പാലേകം പാർക്ക പണിയും അവൻ. പാലേകം എന്ന് പറഞ്ഞാൽ പാൽ ഏകം, സിദ്ധാന്തി ശൈവ സിദ്ധാന്തി പാൽ ഏകം പാർക്ക പണിയും അവൻ. സമർത്ഥനായ ഒരു ശിവയോഗിയോട് ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന സാധാരണ ജനങ്ങൾ, അവർക്ക് തന്നെ ഈ 4 വിധ മുക്തിയും ലഭിക്കും എന്നാണ് പറയുന്നത്. ഭഗവത് സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളുണ്ടല്ലോ, അവരോട് ഭക്തിയും ശ്രദ്ധയും ആദരവും, അവരെ നമസ്കരിക്കലും അവർക്ക് വേണ്ട സേവ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഏകം പാർക്കപ്പണിയും അവൻ. ഏകം പാർക്കപ്പണിയും അവൻ എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കുന്ന സത്യത്തെ കാണാൻ സേവനം ചെയ്യാൻ സന്നദ്ധനാവുന്നവൻ. ലക്ഷ്യമെന്താ? ആ ഏകമായ പരമ്പൊരുളിനെ, പരമസത്യത്തെ സാക്ഷാത്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സമർത്ഥനായ ഒരു ശിവയോഗിയോട് ഭക്തിയാദരങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യന് അയാളുടെ മഹത്വത്തിന് തുല്യമായി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അത് അവസാനമാണ് പറയുന്നത്. പാർക്ക പണിയും അവൻ മേലെ ഉരുകി തിരുവുളത്ത് കുറ്റപണി ചെയ്വാർ. മേലെ എന്ന് പറഞ്ഞാൽ മുകളിൽ, മലയാളത്തിലുള്ള മേലെ മുകളിൽ എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. ആ ഭക്തൻ, ശിവയോഗിയോട് ആദരവ് പ്രകടിപ്പിക്കുന്ന, അദ്ദേഹത്തെ സേവിക്കുന്ന ഭക്തൻ വളരെ ഉയർന്നവനാണ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്. ഉരുകി തിരുവുളത്ത് കുറ്റപണി ചെയ്വാർ. ഉരുകി എന്ന് പറഞ്ഞാൽ മനസ്സുരുകി. ഈ മനസ്സെങ്ങനെയാ ഉരുകുക? വെണ്ണ പോലെ അടുപ്പത്ത് വെച്ചാൽ ഉരുകുമോ? ഭക്തിയും വിശ്വാസവും ആദരവും പ്രേമവും ഒക്കെ കൊണ്ട് മനുഷ്യ ഹൃദയം അലിയാൻ തുടങ്ങും, ഉരുകാൻ തുടങ്ങും. അപ്പോഴൊക്കെയാണ് കണ്ണിൽ നിന്നും ധാരധാരയായി അശ്രുക്കൾ പ്രവഹിക്കുന്നത്. ഭക്തി എന്നുള്ള ഭാവം സ്ഫുരിക്കുമ്പോൾ, ഹൃദയത്തിൽ സ്ഫുരിക്കുമ്പോൾ അത് ബാഹ്യമായ ചില പ്രകടനങ്ങളായി പുറത്തു വരും. വന്നേ പറ്റൂ, അടക്കി വെക്കാൻ പറ്റില്ല. ഒരാളുടെ ഉള്ളിൽ സ്നേഹം അങ്ങനെ പതഞ്ഞു പൊന്താൻ തുടങ്ങിയാൽ അയാൾക്ക് പിന്നെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മാതാപിതാക്കൾക്ക് കുട്ടിയോടുള്ള സ്നേഹം വർദ്ധിച്ച് അവസാനം അതിനെ വാരി പുണരുകയും അതിനെ ചുംബിക്കുകയും ശിരസിൽ തടവുകയും. എന്താ ചെയ്യാത്തത്? മനുഷ്യന് ഈ സ്വന്തം കുട്ടികളോട്, അന്യന്റെ കുട്ടികളോടല്ല, സ്വന്തം കുട്ടികളോട് അമിതമായ സ്നേഹം ഉണ്ടാകുമ്പോൾ അത് പലതരത്തിലും അവർക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യ. ഇതുപോലെ തന്നെയാണ് ഭഗവാനോടുള്ള സ്നേഹം. ഭഗവാനോടുള്ള സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ഭക്തനെ കീഴ്പ്പെടുത്തും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. കാരണം അവർ ഭക്തിയുടെ നിയന്ത്രണത്തിലാകുമ്പോൾ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവരെ എങ്ങനെയൊക്കെ പെരുമാറുന്ന അവർക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല. നൃത്തം ചെയ്യും, ഉച്ചത്തിൽ ബഹളമുണ്ടാക്കും, പൊട്ടിച്ചിരിക്കും, കണ്ണിൽ നിന്ന് ധാരധാരയായി ജലമൊഴുകും.
ഈശ്വരനാമങ്ങൾ ഉച്ചരിക്കും, ചിലപ്പോൾ മൂകനായിരിക്കുകയും ചെയ്യും. ഇത് ഏത് ഭാവത്തിലാണ് ഈ ഭക്തി പ്രകടമാകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഉരുകി തിരുവുളത്തുക്ക് ഉറ്റ പണി ചെയ്യുവാർ. തിരുവുളം എന്ന് പറഞ്ഞാൽ തിരുവുള്ളം. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, തിരുവുള്ളക്കേട് തോന്നരുത് രാജാവിനോടൊക്കെയാണ് നമ്മൾ പറയാ തിരുവുള്ളം. ഇവിടെ തിരുവുള്ളം എന്ന് പറയുന്നത് ഭഗവാന്റെ മനസ്സ്. ആ ഈശ്വര സ്വരൂപിക്ക്, ഈ ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിയവൻ ഈശ്വരനായി തീരുന്നു എന്നുള്ളതാണ് സിദ്ധാന്തം. ആ ഈശ്വര സ്വരൂപിക്ക് തിരുവുള്ളത്തിന് ഉറ്റ പണി ചെയ്യുവാർ. അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നു. ആര്? അദ്ദേഹത്തോട് സ്നേഹവും ആദരവും ഒക്കെ ഉള്ളവർ. അവരുടെ പെരുമയ്ക്ക് ഏതുണ്ടോ പിറ. അവരുടെ പെരുമ എന്ന് പറഞ്ഞാൽ മഹത്വം. ആരുടെ മഹത്വം? ആദരവ് പ്രകടിപ്പിക്കുന്നവന്റെ മഹത്വം, ജ്ഞാനിയുടെ അല്ല. അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നവരുടെ മഹത്വത്തിന് തുല്യമായി വേറെ മഹത്വം ഉണ്ടോ? പിറ പെരുമയ്ക്ക് ഏത് ഉണ്ടോ പിറ. പിറ എന്ന് പറഞ്ഞാൽ വേറെ. ഇവരുടെ മഹത്വത്തിന് തുല്യമായ ഒരു മഹത്വം വേറെ ആർക്കുണ്ട്? അല്ലെങ്കിൽ വേറെ ഏത് കർമ്മം ചെയ്താൽ കിട്ടും? അല്ലെ, തമിഴിലുള്ള ആ സെന്റൻസ് കൂടെ വായിക്കാം. തിരുവുളത്തുക്ക് ഉറ്റ പണി. തമിഴിൽ ഈ പണി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പണിയല്ല. മലയാളത്തിലെ വേല, ജോലി എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ പണിയൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നത്. തമിഴിൽ പണി എന്ന് പറഞ്ഞാൽ ഭഗവത് കൈങ്കര്യം, ഈശ്വരപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്തന്മാരെ സേവിക്കുന്ന പ്രവൃത്തികളെയാണ്, അതിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെയാണ് പണി. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായി തിരുപ്പണി എന്നും പറയും. തിരുപ്പണി ശ്രീകാര്യം. പണി എന്ന് പറഞ്ഞാൽ കാര്യം. തിരുപ്പണി ശ്രീകാര്യം. ചെമ്പഴന്തിയുടെ അടുത്തുള്ള ശ്രീകാര്യമല്ല, അല്ലാത്ത ശ്രീകാര്യം. ശ്രീകാര്യക്കാരൻ എന്നൊക്കെ പറയാറില്ലേ? ആ അമ്പലവുമായിട്ട് വളരെ ക്ലോസായ അമ്പലത്തിന്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് അതൊക്കെ ഭംഗിയാക്കണം എന്ന് വളരെ താല്പര്യത്തോടു കൂടി നടക്കുന്ന ആൾക്കാരെയാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവുളത്തുക്ക് ഉറ്റ പണി, ഭഗവാന്റെ ഇച്ഛയ്ക്ക്, ഭഗവാന് എന്താണോ ഇഷ്ടം അത് ചെയ്യുന്നവർ. ഇത് നമ്മളാരും ഈ കാര്യം ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്ര എണ്ണം ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഭഗവാന് നമ്മിൽ കൃപ തോന്നിപ്പിക്കുന്ന കർമ്മങ്ങൾ നാം ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര ശതമാനം? ആരും ആലോചിക്കാറില്ല. ഈ തിരുവെൺപാവാൽ സിദ്ധാന്ത ജ്ഞാനം പോലെ വേർ ജ്ഞാനം ഇன்று என்பதுം இந்த ஞானம் பெற்றோரை வழிபடுவோர் பெருமையே பெருமை എന്നും അറിവിത്തവാറ് കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്ലോകത്തിൽ, തിരുവെൺപ എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തിൽ, ഈ പദ്യത്തിൽ സിദ്ധാന്തജ്ഞാനം പോലെ വേറെ ജ്ഞാനം ഇன்று என்பതും, സിദ്ധാന്തജ്ഞാനം പോലെ എന്ന് പറഞ്ഞാൽ അദ്വൈത ജ്ഞാനത്തെ തന്നെയാണ് ഈ ശൈവ സിദ്ധാന്തം എന്നവർ പേര് പറഞ്ഞ് വിളിക്കുന്നത്. ഈ അദ്വൈത ജ്ഞാനം പോലെ വേറെ ജ്ഞാനമില്ല. ഇത്രയും മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള വേറൊരു ജ്ഞാനമില്ല എന്നുള്ള കാര്യവും, ഇന്ത ജ്ഞാനം പെറ്റോരൈ വഴിപടുവോർ പെരുമയേ പെരുമൈ, ഈ ജ്ഞാനം നേടിയവരെ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനികളെ, മഹാത്മാക്കളെ, ജീവൻ മുക്തന്മാരെ, വഴിപടുവോർ അവരെ ആരാധിക്കുന്നവർ, അവർക്ക് വേണ്ട സേവ ചെയ്യുന്നവർ, അവരുടെ മഹത്വമാണ് മഹത്വം. മറ്റുള്ളവരുടെ മഹത്വമൊന്നും മഹത്വമേ അല്ല. ഒരു ജ്ഞാനിയെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പിടിച്ചോളണം, വിടരുത്, മുറുകെ പിടിച്ചോളണം. കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചാലും വീണ്ടും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ തന്നെ വന്ന് പതിക്കും എന്ന് കൂടണം. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മെ ഉദാസീനപ്പെടുത്തുമായിരിക്കും, നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുമായിരിക്കും. 4ാമത്തെ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരു ജ്ഞാനിക്കും തോന്നില്ല. കാരണം ഒരു യഥാർത്ഥ ഭക്തനാണ്. അപ്പോൾ കൃപാമൂർത്തികളായ ഈ ജ്ഞാനികൾക്ക് അങ്ങനെയുള്ള ഭക്തന്മാരോട് ഒരു വെറുപ്പോ വിദ്വേഷമോ അവരെ ആട്ടി അകറ്റാനോ ഒന്നും തോന്നില്ല. അവർക്ക് സേവനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു ഭാഗം. അതുകൊണ്ട് ജ്ഞാനി സേവയാണ് ഭഗവത് സേവ. മാനവ സേവ, മാധവ സേവ എന്നാണ് നമ്മൾ പറയുന്നത്. മാനവനെ സേവിക്കുന്നത് മാധവനായ മഹാവിഷ്ണുവിനെ സേവിക്കുന്നതിന് തുല്യം. പക്ഷേ എല്ലാ മാനവരെയും സേവിച്ചത് കൊണ്ട് കഥയില്ലല്ലോ. ഈ മനുഷ്യരിൽ അതിശ്രേഷ്ഠന്മാരായ തത്വദർശികളെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലാക്കണം. ആര്?
ജനങ്ങൾ. കാരണം നമുക്ക് ഈ ഭഗവാനെ എങ്ങനെയാ സേവിക്കുക? നമ്മളൊരു ബിംബമോ പടമോ ഒക്കെ വെച്ച് പൂജിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ആരാധിക്കുകയും ദീപാരാധന, നൈവേദ്യം തുടങ്ങിയവയൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ആ ബിംബം ഒന്നും സ്വീകരിക്കുന്നില്ല. ഉണ്ടോ? നമുക്ക് നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കാൻ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഭഗവാനിലുള്ള ഭക്തി കാരണമായി ഭഗവത് പ്രതീകമായ ബിംബത്തെയോ പടത്തെയോ സാളഗ്രാമത്തെയോ ശിവലിംഗത്തെയോ ഒക്കെ നമ്മൾ വെച്ച് ആരാധിക്കുന്നു. പക്ഷേ ആ ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചതായി നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ സർവവ്യാപിയാണ്. അതുകൊണ്ട് ആ ബിംബത്തിലും പടത്തിലും ഒക്കെ ഉണ്ടായേ പറ്റൂ. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചുവോ എന്ന്, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചു എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ടോ? നിങ്ങളുടെ നമസ്കാരം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് ഭഗവാൻ ആരോടും പറഞ്ഞതായി ചരിത്രമില്ല. എന്നാൽ ഒരു ശരീരത്തോടുകൂടി 5 ഇന്ദ്രിയങ്ങളോടും മനസ്സോടും ബുദ്ധിയോടും കൂടി നമ്മെപ്പോലെ ഈ ഭൂമുഖത്ത് കഴിയുന്ന ഒരു ജ്ഞാനിയെ ആദരിച്ചാൽ, പൂജിച്ചാൽ അത് അദ്ദേഹം സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതാണ് മഹത്വം. ബിംബം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ബിംബത്തിൽ അദൃശ്യനായിരിക്കുന്ന ഈശ്വരൻ സ്വീകരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ പ്രത്യക്ഷനായി ഈ ഈശ്വര സ്വരൂപി ജ്ഞാനി അദ്ദേഹം നമ്മുടെ സേവനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജ്ഞാനികളെ ആദരിക്കുന്നത് ഭഗവതാരാധനം തന്നെയാണ്. മഹാജ്ഞാനികൾക്ക് വേണ്ട പരിചര്യ ചെയ്യുന്ന പരിശുദ്ധ ഭക്തന്മാരെ കനിവോടെ വീക്ഷിച്ച് അവരിൽ കാരുണ്യം ചൊരിഞ്ഞ് അവർക്ക് സാലോക്യം മുതലായ പദമുക്തികളെ ഈ മഹാത്മാവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈ ജ്ഞാനികളുടെ അനുഗ്രഹം നമ്മളിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. ഭഗവത് ആരാധന പോലെ തന്നെയാണ്. എൻ്റെ ആരാധന ഭഗവാൻ സ്വീകരിച്ചുവോ ഇല്ലയോ അറിയില്ല. അതുപോലെ ഈ ജ്ഞാനികൾ അവരുടെ അനുഗ്രഹം നമ്മിൽ വർഷിച്ചുവോ വർഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അത് സൂക്ഷ്മമായ തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്ത് സൗഭാഗ്യമാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ സാലോക്യാദി മുക്തികൾ നമുക്ക് സിദ്ധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം അതൊന്നും കിട്ടിയില്ലെങ്കിലും മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ഒരു മഹാത്മാവിൻ്റെ സന്നിധിയിൽ ചെന്നാൽ കിട്ടുന്നില്ലേ? ഇതൊക്കെ ചുമ്മാ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അതിശയോക്തിപരമായി പറഞ്ഞതാണ്. സാലോക്യാദി മുക്തികൾ കിട്ടും. അല്ല, ഈ സാലോക്യാദി മുക്തികൾ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഭഗവത് ആരാധന കൊണ്ട് ഈ 4 വിധ മുക്തികൾ കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജ്ഞാനിയെ ആരാധിക്കുക വഴി ആ മുക്തികൾ കിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനികളെ, മഹാത്മാക്കളെ ആദരിക്കാൻ പ്രത്യേകിച്ചും നമ്മുടെ കേരള ജനത പഠിക്കണം. അതിനുള്ള മനസ്സുണ്ടാവണം. ഈ സാക്ഷരത കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാറ്റിനോടും പുച്ഛം, പ്രത്യേകിച്ചും അധ്യാത്മശാസ്ത്രത്തോടും സന്യാസിമാരോടും അങ്ങേയറ്റ അവജ്ഞ, ഒരു പരിഹാസം. ഇത് എങ്ങനെ വന്നു? ഇത്ര മഹാപാപം ചെയ്തുവോ ഈ കേരള ജനത? എന്തിനിവർക്ക് ഇങ്ങനെ തോന്നുന്നു? പാപം തന്നെയാണ് കാരണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയുടെ അവശേഷിച്ചിരിക്കുന്ന പുണ്യം അവരെ നമസ്കരിക്കുന്നവരെ ചെന്ന് ചേരും. ജ്ഞാനികളെ ദ്രോഹിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിൽ ഏതെങ്കിലും പാപാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇവിടെ പാപം ഏറ്റുവാങ്ങാനും ആൾക്കാർ വേണമല്ലോ. എല്ലാവരും പുണ്യം മാത്രം കൊയ്തുകൊണ്ട് പോയാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ അപഹസിക്കാനും നിന്ദിക്കാനും ഒക്കെ തോന്നുന്നത്. ഇത്തരം മഹാഭക്തന്മാരെയും വിശ്വാസപൂർവം അണഞ്ഞ് വേണ്ട പരിചര്യകൾ ചെയ്യുന്ന ഭക്തന്മാർക്ക് കൂടി, ഈ ജ്ഞാനികളെ സേവിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, അവരെ സേവിച്ചാൽ മതി എന്നാണ്. ദാസന്റെ 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 ദാസൻ, ഇങ്ങനെയൊക്കെയാണ് ഭക്ത ശിരോമണികൾ പ്രഖ്യാപിക്കുന്നത്. ഞാൻ ഭഗവാന്റെ ദാസൻ. അയ്യോ, അത്രയൊന്നും എനിക്ക് അവകാശപ്പെടാനുള്ള മഹത്വമൊന്നുമില്ല. ഞാൻ ഭഗവാന്റെ ദാസന്റെ 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 ദാസൻ. ആ വിനയം നോക്കൂ. പരമഭക്തന്മാരാണ് ഇങ്ങനെ പറയുന്നത്.
ഇത്തരം മഹാഭക്തന്മാരെയും വിശ്വാസപൂർവം അണഞ്ഞ് വേണ്ട പരിചര്യകൾ ചെയ്യുന്ന ഭക്തന്മാർക്ക് കൂടി മേൽവിവരിച്ച സാലോക്യാദി മുക്തിപദങ്ങൾ ലഭിക്കുമെന്നത് നിസ്സംശയമാകുന്നു. ഈ കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുമുള്ള സംശയം വേണ്ട. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. കാലമുടൻ ദേശം ദിക്ക് കരുമമുടൽ കോലം സമയം കുറിപ്പറിതൽ ശീലം തലയോട് പോന ഉയിർ താൻ പോല തന്നോടിലയാം ശിവനേ ഇവൻ. ശിവയോഗി എന്ന് പറഞ്ഞാൽ സാക്ഷാത് പരമേശ്വരൻ, വ്യത്യാസം കൽപ്പിക്കണ്ട. ശിവൻ തന്നെ ശിവയോഗി, ശിവയോഗി തന്നെ ശിവൻ. വിഷ്ണുഭക്തൻ വിഷ്ണു തന്നെ, വിഷ്ണു തന്നെയാണ് വിഷ്ണുഭക്തനായി പ്രത്യക്ഷപ്പെടുന്നത്. കാലം, കാലമുടൻ, ദേശം, ദിക്ക്, കരുമം, ഉടൽ കോലം, സമയം കുറിപ്പറിതൽ. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. കാലം, സമയം. നമ്മൾ ഈ സമയത്തെ നല്ല സമയം, മോശപ്പെട്ട സമയം, രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകം, ചിലർ ഇത് നോക്കി നോക്കി അവസാനം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരും. കാരണം ഒരു കാലം തീരുമ്പോൾ അടുത്ത കാലം തുടങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും എതിരെ ഒരാൾ വെട്ടുകത്തിയും കൊണ്ടുവരുന്നത്, തേങ്ങ വെട്ടാൻ. അപ്പൊ ശകുനം ശരിയില്ല, വീണ്ടും കയറും, അകത്തേക്ക് കയറും. ചുരുക്കം പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ നല്ല സമയം, മോശപ്പെട്ട സമയം, ശുഭാശുഭകാലങ്ങൾ, ലൗകികന്മാരാണ് ഇതൊക്കെ നോക്കുന്നത്. കാരണം അവർക്ക് അശുഭം വരരുത് എന്നൊരു നിർബന്ധമുണ്ട്. തൊട്ടതെല്ലാം പൊന്നാകണം എന്നും നിർബന്ധമുണ്ട്. ഒന്ന് വെച്ചാൽ 10 കിട്ടണം എന്നും അത്യാഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കും എന്ന് വരാം. പക്ഷേ ഈ ജ്ഞാനികൾക്കുണ്ടോ നല്ലതും ചീത്തയും? എല്ലായിടത്തും പരമമംഗളമായ ആ സത്യവസ്തുവിനെ, ശിവസ്വരൂപത്തെ മാത്രം കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നവർ, അവരുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവർക്ക് നല്ല കാലവും ഇല്ല, നല്ല ദേശവും ഇല്ല. ക്ഷേത്രമില്ലാത്ത പട്ടണത്തിൽ അല്ലെങ്കിൽ നഗരത്തിൽ, ഊരിൽ താമസിക്കേണ്ടെന്നാണ്. കോയിലില്ലാതെ ഊരിൽ കുടിയിരിക്ക വേണ്ട. കാരണം ഏതെങ്കിലും ഒരു അമ്പലം വേണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിലെ തീറ്റയും കുടിയും ഉറക്കവും ഇതുമായിട്ട് അങ്ങനെ പോകും. അപ്പൊ അടുത്തൊരു ക്ഷേത്രം, ഒരു ക്ഷേത്ര പരിസരത്ത് ഒന്നുമില്ലെങ്കിലും ഒരു 1-1.5 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു ക്ഷേത്രം വേണം. അങ്ങനെ ക്ഷേത്രമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ താമസിക്കേണ്ടെന്ന്, വേറെ ഏതെങ്കിലും സ്ഥലം നോക്കി പോകുന്നതാണ്. അമ്പലങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. അങ്ങനെ വേറെ ഏതെങ്കിലും അമ്പലങ്ങളുള്ള സ്ഥലത്ത് അതിനടുത്ത് ചെന്ന് താമസിക്കൂ. ഇതെങ്ങനെയാ മനുഷ്യൻ? ക്ഷേത്രം 20 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. ഈ മെട്രോ നഗരങ്ങളിലൊക്കെ നോക്കൂ, ഡൽഹി, ബോംബെ, മദ്രാസ്, കൽക്കട്ട, ഇവിടെയൊക്കെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പറ്റാൻ എത്ര ദൂരെ യാത്ര ചെയ്യണം, എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ട്രാഫിക് കുരുക്കുകളാണ് അതിന് കടന്നു വേണം അവിടെ എത്താൻ. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു മരമുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ആരെങ്കിലും ഒരു മഹാഗണപതി, ഒരു ചെറിയ വിഗ്രഹം കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ അത് പതുക്കെ പടർന്ന് പന്തലിച്ച് അതിന് ചുറ്റും അമ്പലവും പിന്നെ കൊടിമരവും ഒക്കെയായി. അതുകൊണ്ടൊരു വലിയ ഗുണമെന്തെന്നോ, ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് തൊടില്ല. കാരണം മതത്തിൽ തൊട്ട് കളിക്കുന്നു എന്നാണ്. അപ്പോൾ അത് നല്ലതോ ചീത്തയോ എന്നുള്ള അംശത്തിലേക്ക് കിടക്കുന്നില്ല. അത് ഒരു കണക്കിലുള്ള ട്രെസ്പാസിംഗ് അല്ലേ, അതിക്രമിച്ച് കയറലല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ തിരുവനന്തപുരം നഗരത്തുള്ള പല ക്ഷേത്രങ്ങളും നോക്കൂ. ഈ ക്ഷേത്രങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് വരില്ലായിരുന്നു. കണ്ണായ സ്ഥലങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങൾ കാരണം ട്രാഫിക് ബ്ലോക്ക്. കാരണം റോഡ് വീതി കൂട്ടാൻ പറ്റില്ല. വീതി കൂട്ടണമെങ്കിൽ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം ഇടിച്ചു കളയണം. അപ്പോ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമാവും. അപ്പോ ഒരു ഗവൺമെന്റും അങ്ങനെയുള്ള സാഹസത്തിന് മുതിരില്ല. ഇവിടെ പറയുന്ന കാര്യം കാലം, നല്ല സമയം, മോശപ്പെട്ട സമയം. കാലം ഉടൻ, ദേശം, സ്ഥലം. ചിലത് നല്ല സ്ഥലം, മോശമായ സ്ഥലം, ചിലത് പവിത്ര സ്ഥാനം, പുണ്യക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലാത്തതൊക്കെ പാപക്ഷേത്രങ്ങളാണല്ലോ. അല്ലാന്ന് പറയാൻ പറ്റും. 2 സാധനമല്ലേ ഉള്ളൂ. അപ്പോ കാലത്തിലും നന്മതിന്മ, ദേശത്തിലും നന്മതിന്മ. ദിക്കുകൾ, ചില തെക്ക് നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം തെക്കോട്ട് എടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. യമന്റെ ദിക്കാണ്. അപ്പോൾ തെക്ക് വേണ്ട. വടക്ക് ശിവന്റെ ദിക്കാണ്. കിഴക്ക് ഇന്ദ്രന്റെ ദിക്കാണ്. പടിഞ്ഞാറ് വരുണന്റെ ദിക്കാണ്. അതൊക്കെ നല്ലത്. യമൻ നമുക്ക് വേണ്ട. യമൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി ഇപ്പോഴത്തെക്കാളും മോശമായതിനെ. എല്ലാം 100-150 വയസ്സ് വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ആര് നോക്കും ഇവര്? മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല.
500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. ഏത് 500 വയസ്സ്? ആ 500 വയസ്സുള്ള അപ്പൂപ്പനെ മോനെ എന്ന് വിളിക്കാൻ അയാളുടെ അപ്പൂപ്പൻ ഉണ്ടെന്ന്. കാലനില്ലാത്ത കാലം എന്ന് കുഞ്ഞൻ നമ്പ്യാര് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോ മരണം ഒരു വലിയ അനുഗ്രഹമാണ്. ജനനം അത്രത്തോളം അനുഗ്രഹദായകമല്ല. കാരണം വന്നവർ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി പോണം. എന്നാലേ ഈ പുതിയതായിട്ട് വരുന്നവർക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ ഇവിടുന്ന് പോയില്ല. ഒരു കിലോ ചവനപ്രാശം കൂടെ കഴിച്ചിട്ട് ഒരു 10 വർഷം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം കൊച്ചുമോളുടെ കല്യാണം കൂടെ കണ്ടിട്ട് പോകണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന്. കല്യാണം കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിനെയും കൂടെ കാണണമെന്നുള്ള ആഗ്രഹം വരും. പിന്നെ അതിന്റെ കല്യാണം കൂടെ കാണണമെന്ന്. ഈ മനുഷ്യരെ എന്നാ ജീവിച്ച് തൃപ്തി വരിക? ഒരിക്കലും തൃപ്തി വരില്ല. അപ്പൊ ദിക്ക് നോക്കാറില്ല. ജ്ഞാനിക്ക് എല്ലാ ദിക്കും ശിവമയം, ബ്രഹ്മമയം, ആത്മമയം. ദിക്ക് കരുമം, കർമ്മം, ചിലത് നല്ലത്, ചിലത് മോശം, സത്കർമ്മം, ദുഷ്കർമ്മം. ഈ ഭേദവും ജ്ഞാനിയുടെ ഉള്ളിലില്ല. ഉടൽ കോലം, ധരിച്ചിരിക്കുന്ന വസ്ത്രം, കാവ്യേ ഉടുക്കൂ, കാവ്യ വസ്ത്രമേ ധരിക്കൂ. ഒരാൾ വെള്ളം കൊണ്ടുകൊണ്ട് കൊടുത്തു, ഞാനിത് ഉടുക്കാറില്ല. നിങ്ങൾക്കൊരു വ്രതമോ നിഷ്ഠയോ ഉള്ളത് നല്ലത് തന്നെ. പക്ഷേ ഈ കാവ്യ വസ്ത്രമേ ഉടുക്കൂ എന്നൊരു നിർബന്ധമെന്തിന്? വെള്ളമുണ്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഉടുക്കണം. വസ്ത്രം നമ്മെ ബന്ധിക്കാൻ നമ്മെ അനുവദിക്കാമോ? ഒരാൾ ബലമായിട്ട് വെള്ളമുണ്ടുടിപ്പിച്ചു, നിങ്ങൾ അസ്വസ്ഥനായി തീരും. നിർബന്ധമുണ്ടെങ്കിൽ, കാവ്യ വസ്ത്രത്തിൽ നിർബന്ധമുണ്ടെങ്കിൽ, വേറൊരാള് നിങ്ങളെ വെള്ളമുണ്ട് ബലാത് ഉടുപ്പിച്ചാൽ അത് മതി നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാൻ. അതുകൊണ്ടെന്താ, ഒന്നിലും നിർബന്ധം വേണ്ട എന്ന് വെച്ച് ആചാരം അനുഷ്ഠാനം വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ആചാരം, അനുഷ്ഠാനം, ചിട്ട, ഡിസിപ്ലിൻ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഒന്നിലും മുറുകപ്പിടുത്തം വേണ്ട. എപ്പോഴും നമ്മൾ അയഞ്ഞു കൊടുക്കാൻ തയ്യാറാവും. ഒരു കൊടുങ്കാറ്റടിച്ചാൽ തല കുനിക്കാത്ത മരങ്ങളാണ് ആദ്യം ഒടിഞ്ഞു വീഴുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുള പോലെ വളയുന്ന മരങ്ങൾ അതിശക്തിയായി കാറ്റടിക്കുമ്പോൾ അവ ഇങ്ങനെ താണു വരും. ആ കാറ്റ് ശമിക്കുമ്പോൾ വീണ്ടും നിവർന്നു നിൽക്കും. ഇതുപോലെയാവണം നമ്മുടെ സ്വഭാവം. പ്രതികൂല സാഹചര്യങ്ങളിൽ താന്നു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിവരാമല്ലോ. അതേസമയം ഞാൻ താണു കൊടുക്കില്ല, ആരുടെ മുമ്പിലും തല കുനിക്കില്ല, മുട്ടുകുത്തില്ല എന്നൊക്കെ നിർബന്ധം വെച്ചാൽ ഒടിഞ്ഞു പോകും. ഉടൽ കോലം, ധരിച്ചിരിക്കുന്ന വസ്ത്രം, സമയം, കാലം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ, തമിഴിലെ സമയം എന്ന് പറഞ്ഞാൽ മതം, റിലിജിയൻ എന്നാണ് അർത്ഥം. സമയ നൂലുകൾ എന്ന് പറഞ്ഞാൽ മതഗ്രന്ഥങ്ങൾ എന്നാണ് അർത്ഥം. അല്ലാതെ ടൈം എന്നുള്ള അർത്ഥം തമിഴിലില്ല. തമിഴിൽ അതിന് കാലം എന്നാണ് പറയുന്നത്. മലയാളത്തിൽ കാലമെന്നും പറയും, സമയമെന്നും പറയും. തമിഴിൽ ആ അർത്ഥമില്ല. മതം, കുറിപ്പറിതൽ, ആ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ, പൂജാവിധികൾ, ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതൊന്നും ജ്ഞാനിയെ ബന്ധിക്കുന്നില്ല എന്നാണ്. കാരണം അയാൾ സ്വതന്ത്രനാണ്. ഒന്നുകൊണ്ടും അദ്ദേഹം പരിമിതനാവുന്നില്ല. കാലമുടൻ, ദേശം, ദിക്ക്, കരുമമുടൽ, കോലം, സമയം, കുറിപ്പറിതൽ, ശീലം. ശീലം എന്ന് പറഞ്ഞാൽ നല്ല ശീലം, സദാചാരം, സത്സ്വഭാവം. അതും ജ്ഞാനിക്ക് നിർബന്ധമില്ല. അദ്ദേഹം സത്സ്വഭാവിയാണ്. നമ്മൾ സത്സ്വഭാവം ശീലിക്കുന്നവരാണ്. എന്തുകൊണ്ട്? പലപ്പോഴും ദുസ്വഭാവം കാണിക്കുന്നുണ്ട് നമ്മൾ. അപ്പോ സത്സ്വഭാവം നമ്മുടെ സ്വഭാവമായിട്ടില്ല, സദാചാരം സ്വഭാവമായിട്ടില്ല. നമ്മൾ അതിനെ ഒരു അനുഷ്ഠാന രൂപത്തിൽ, ആചാര രൂപത്തിൽ കൊണ്ടു നടക്കുന്നു. അതിനെ ഉപേക്ഷിക്കുന്ന സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ട്. ഇവർ അങ്ങനെയല്ല, സത്ശീലരാണ്. നല്ല ശീലം അവരുടെ സ്വഭാവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വിശേഷിച്ച ഒരു സദാചാരം ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്നോ അത് നല്ലത്. നമ്മൾ നല്ലത് ചെയ്യുന്നവരാണ്. ജ്ഞാനികൾ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട്, അതേ ഉള്ളൂ വ്യത്യാസം. ശീലം ഇതെല്ലാം പൊയ്പോവും, അഴിഞ്ഞു വീഴും. ഒരു സാധകന്റെ നിലയിലാണ് ഈ പറഞ്ഞ കാലം, ദേശം, ദിക്ക്, കർമ്മം, സത്കർമ്മം, ദുഷ്കർമ്മം, അല്ലെങ്കിൽ പുണ്യപാപങ്ങൾ, വസ്ത്രധാരണം, മതം, മതാചാരങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇവയെല്ലാം ഒരു ജ്ഞാനിയെ ബന്ധിക്കുന്നേയില്ല. എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതുപോലെ എന്ന് ചോദിച്ചാൽ, തലയോട് പോന ഉയിർ താൻ പോലെ. ഒരാളുടെ തല വെട്ടി മാറ്റി എന്ന് വിചാരിക്കുക, ആ തലയോടൊപ്പം ജീവനും പോയില്ലേ, പ്രാണനും പോയില്ലേ? തല മാറിയതിന് ശേഷം, തല വെട്ടി വീഴ്ത്തപ്പെട്ടതിന് ശേഷം
ആ ഉടലിൽ ജീവൻ ബാക്കി നിൽക്കുമോ? ഇല്ല. ഇതുപോലെ ഉള്ളിലെ അഹങ്കാരമാകുന്ന തല വെട്ടി വീഴ്ത്തപ്പെട്ടാൽ അതിനോട് കൂടെയുള്ള ആ ജീവനെ പോലെയുള്ള ഈ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെ തങ്ങി നിൽക്കും? അതും ഈ അഹങ്കാര നാശത്തോടൊപ്പം പോയി പോവും. തലയോട് പോന ഉയിർ പോൽ, തലയോടൊപ്പം നഷ്ടമാകുന്ന ഒരാളെ ശിരച്ഛേദം ചെയ്താൽ ആ വെട്ടിമാറ്റപ്പെട്ട തലയോടൊപ്പം അയാളുടെ പ്രാണനും പോയി പോകുന്നത് പോലെ തന്നോടിലയാം, തന്നോട് ഇല്ലൈ എന്ന് പറഞ്ഞാൽ അവർ ഒരഹങ്കാരത്തോടോ വ്യക്തിത്വത്തോടോ കൂടി ആ ശരീരത്തിൽ ഇല്ല. അവർ ശുദ്ധ ബ്രഹ്മമായി മാറിയിരിക്കുന്നു. ബ്രഹ്മത്തിനുണ്ടോ ആചാരവും അനുഷ്ഠാനവും? ബ്രഹ്മത്തിന് പൂജ ആവശ്യമുണ്ടോ? ബ്രഹ്മത്തിന് പുണ്യപാപങ്ങളുണ്ടോ? കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഏതുവരെ? ഒരു ഘട്ടം വരെ. അതിനപ്പുറത്തേക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. ഇതിൻ്റെയൊന്നും ആവശ്യകത തന്നെ ഇല്ല. തന്നോടിലയാം ശിവനേ ഇവൻ. ഈ ജ്ഞാനിയുണ്ടല്ലോ, ശിവയോഗി, ശിവഭക്തൻ, തത്വദർശി, ആത്മജ്ഞാനി എന്നൊക്കെ പറയുന്നയാൾ, ഇയാള് മനുഷ്യനേ അല്ലപ്പ. മനുഷ്യനാണ് ഈ സദാചാര ബോധവും മറ്റും പുണ്യപാപങ്ങൾ, ഈ വകതിരിവുകൾ, ഭേദങ്ങളൊക്കെ. ശിവനേ ഇവൻ, ഇവൻ ശിവൻ തന്നെയാണ്. ശിവനെ നോക്കൂ, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടോ ചെയ്യാൻ പാടില്ലാത്തതായിട്ടോ ഉണ്ടോ? ത്രിഭുവനങ്ങളുടെ ഈശ്വരനാണ്. ഒരെണ്ണമെങ്കിലും ഈ പരമേശ്വരനിൽ നല്ലതായിട്ടെടുക്കാനുണ്ടോ? തലയിൽ വെള്ളം, ഗംഗാദേവി, പിന്നെ പാമ്പ്, അത് തണുപ്പ്. എല്ലാം തണുപ്പാണ്, നോക്കിക്കൊള്ളണം. വെള്ളം തണുപ്പ്, പാമ്പും തണുപ്പ്. തലയിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു, ചന്ദ്രകലാധരൻ, തണുപ്പ്. ശരീരം മുഴുവൻ ചുടലഭസ്മം വാരിപ്പൂശിയിരിക്കുന്നു. നമ്മൾ ഭസ്മം ധരിക്കാൻ തന്നെ അല്പം ബുദ്ധിമുട്ട് കാണിക്കും ചിലർക്ക്. ആ ഓഫീസിലൊക്കെ പോകാനേ ഈ ഭസ്മം, ചന്ദനം, കഴുത്തിൽ രുദ്രാക്ഷമാല, ഇതൊക്കെ ധരിച്ചുകൊണ്ട് പോകാൻ ഒരു ജാള്യതയാണ്. കാരണം അയാളുടെ സ്ഥാനമാനം എന്ത്, പദവി എന്ത്? നിങ്ങൾ എന്തിനാ ഈ സാധനമൊക്കെ നെറ്റിയിൽ വാരി പൂശി വരുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്നാണ്, ആഷസ്, ഭസ്മം. ചാമ്പൽ എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. ചാണകം കത്തിച്ചാണ് ഈ ഭസ്മം ഉണ്ടാക്കുന്നത്. പശുവിന്റെ മലം കത്തിച്ച ആ മലിനമായ പൊടി വാരി പൂശിയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവർ കളിയാക്കുവോ എന്നൊക്കെ വിചാരിച്ച് പൂജ സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണാടി നോക്കി എല്ലാം മാറ്റി കളയും. പണ്ടാരെന്തിന് നമ്മുടെ കാപട്യം നോക്കണം, അതിരില്ലാത്ത കാപട്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ചന്ദനമോ ഭസ്മമോ കുങ്കുമമോ ധരിക്കണമെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാൽ എന്ത്? നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച കുങ്കുമമോ ഭസ്മമോ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളത് ശരീരത്തിൽ ധരിക്കുന്നു, പൂശുന്നു. വേറൊരാൾക്ക് അതിൽ അഭിപ്രായം പറയാൻ എന്തവകാശം? ഇനി അവൻ പറയുകയാണെങ്കിൽ നിങ്ങളെന്തിന് ചെവി കൊടുക്കുന്നു അതിന്? പക്ഷേ മനുഷ്യൻ സമൂഹ ജീവിയാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ വിചാരിച്ചാൽ എന്നെക്കുറിച്ച് ഇങ്ങനെ ചെയ്താൽ മോശമായി കരുതില്ലേ? തന്നെ മോശമായി വേറൊരാൾ കരുതിയത് കൊണ്ട് താൻ മോശക്കാരനാവൂ? ഇതെല്ലാം നല്ലതുപോലെ അറിയാം. എന്നാലും പ്രസ്റ്റീജ്, എന്ത് പ്രസ്റ്റീജ്? സമൂഹത്തിൽ വേറെ ഈ നമ്മ പരിഹസിക്കുന്നവന് 100,000 അന്ധവിശ്വാസങ്ങളുണ്ട്. ഇവരാരും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരല്ല. അപ്പൊ അവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി നാം എന്തിനു മാറ്റണം? ഇത് നല്ലതുപോലെ ഓരോ വ്യക്തിയും ചിന്തിച്ച് താനായിട്ട് ജീവിക്കണം, വേറൊരാൾക്ക് വേണ്ടി ജീവിക്കരുത്. പലർക്കും മുണ്ടെടുത്തോണ്ട് ഓഫീസിൽ പോകാൻ പ്രയാസമാണ്. നമ്മുടെ കേരളീയരുടെ ഔദ്യോഗിക വേഷമാണ് മുണ്ട്. ഇടയ്ക്ക് ആരോ പറഞ്ഞു, ബാങ്കിലോ ഏതോ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിലോ ഒരു ഉദ്യോഗസ്ഥൻ മുണ്ടെടുത്തോണ്ട് വന്നു. സഭ്യമായ വസ്ത്രധാരണമാണ് മുണ്ട് എന്ന് പറയുന്നത്. അതിൽ ഒരു അസഭ്യതയും ഇല്ല. ബർമുട അതിട്ടോണ്ട് പോവാം, ടീഷർട്ട് ഇട്ടോണ്ട് പോവാം. ഇനി നാളെ അണ്ടർവെയർ ഇട്ടോണ്ട് പോവാന്ന് വന്നാലും അതിലും ഇവരാരും ഒരു അശ്ലീലതയും കാണില്ല. പക്ഷെ മുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെന്താണത്? നമ്മുടെ കേരളീയരുടെ പരമ്പരാഗതമായ വസ്ത്രധാരണ ശൈലിയല്ലേ? അതിനെന്തിനു മടിക്കണം മുണ്ടെടുത്തോണ്ട് പോവാൻ? പലരും പറയുന്നത് ഞാൻ എടുത്തോണ്ട് പോയിട്ടില്ല, അത് വേറെ കാര്യം. കാരണം വേറൊന്നുമല്ല, മുണ്ടിനോട് അവജ്ഞയുള്ളത് കൊണ്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. ഓഫീസറുടെ മുറിയിൽ കയറുമ്പോൾ മുണ്ട് താത്തിയിടണം, അല്ലാത്തപ്പോൾ മുണ്ട് മടക്കി കുത്തണം. ഏതെങ്കിലും ഒരു ഓഫീസർ നമ്മളോട് വരുമ്പോൾ ഒരു മര്യാദയ്ക്ക് വേണ്ടി മുണ്ട് താത്തിടണം. അപ്പൊ മുണ്ട് താത്തിടാനും വീണ്ടും കെട്ടാനും ഉടുക്കാനും മാത്രമേ നമുക്ക് സമയം ഉണ്ടാവൂ. പാൻ്റാണെങ്കിൽ ആ ശല്യമില്ലല്ലോ. അപ്പൊ സൗകര്യത്തിന് വേണ്ടി ആളുകൾ പാൻറ് ധരിക്കുന്നു.
പിന്നെ ഒരു കാര്യമുണ്ട്, ചിങ്ങം 1-ന് എല്ലാവരും മുണ്ടെടുത്തുകൊണ്ട് വരണം. സ്ത്രീകൾ മറ്റേ സെറ്റ് മുണ്ടും സെറ്റ് എന്തോ ബ്ലൗസ് കസവൊക്കെ ഇട്ട ആ വസ്ത്രം ധരിക്കണമെന്ന്. ആ ദിവസത്തിൽ പോലും ഞാൻ പാൻറ് ഇട്ടുകൊണ്ടാ പോയത്. ഞാൻ എന്തിനും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കണം? അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലാവരും എടുത്തുകൊണ്ട് വരുമ്പോൾ എന്നെ ഒരുപാട് കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് മാത്രം എന്താ, ഞങ്ങളൊക്കെ മുണ്ടെടുത്തോണ്ട് വന്നില്ലേ? സുഹൃത്തെ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അല്ലാതെ എനിക്ക് അതിനോട് വേഷമോ വെറുപ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല. പാൻസ് ഇട്ട് ശീലിച്ചു പോയി. ഇപ്പൊ വിയർക്ക് എടുത്തതിന് ശേഷം അങ്ങനെ മിക്കവാറും മുണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മുണ്ട് താഴ്ത്തിയിടണം, പിന്നെ മടക്കി കുത്തണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പാൻറ് ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനിക്ക് ഒരു തരത്തിലുള്ള വസ്ത്രധാരണ രീതിയും ബന്ധമല്ല, സഭ്യമായിരിക്കണം, അത്രയേ ഉള്ളൂ. ഉടൽ പോലും സമയം കുറിപ്പറുതൽ ശീലം തലയോട് പോന ഉയർത്താൻ പോലെ തന്നോടിലയാം. അവർ ഒരു വ്യക്തിത്വത്തോടുകൂടി ആ ശരീരത്തിൽ കഴിയുന്നില്ല. കാരണം അവർ ശിവസ്വരൂപികളാണ്. ശിവനെ ഇവൻ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനി, സത്യദർശി. വ്രതമനുഷ്ഠിക്കാൻ ഉചിതമായ കാലഭേദമോ? ഇവിടെ കാലം എന്നുള്ളതിന് ചില ദിവസങ്ങൾ പുണ്യദിനങ്ങൾ, ചിലത് മോശപ്പെട്ട ദിവസം, ഇങ്ങനെ നമ്മൾ തരംതിരിക്കാറുണ്ടല്ലോ. തിരുവാതിര, വിഷു, തിരുവോണം, പ്രദോഷം, ഏകാദശി, ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ പുണ്യദിനങ്ങളായി ആചരിക്കാറുണ്ട്. ജ്ഞാനിക്ക് ആ വ്യത്യാസമൊന്നുമില്ല. കാരണം അയാൾക്ക് എന്നും പുണ്യ ദിവസമാണ്. അപുണ്യം എന്നൊന്നില്ല. വ്രതമനുഷ്ഠിക്കാൻ ഉചിതമായ കാലഭേദമോ, കാശി, ഗയ എന്നീ പുണ്യസ്ഥാന ഭേദമോ? പുണ്യസ്ഥാനങ്ങളുണ്ടല്ലോ, കാശി, രാമേശ്വരം, തിരുപ്പതി, ശബരിമല. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ വിട്ടിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും. അപ്പൊ ആ വ്യത്യാസം ജ്ഞാനിക്കില്ല. ഇന്നിന്ന ദിക്കെന്നോ ഇന്നിന്ന കർമ്മങ്ങളെന്ന വിവക്ഷയോ, ദേഹം സൂക്ഷിച്ച് വേഷധാരണം, പലമാതിരി മതഭേദം, ആ മതങ്ങൾക്ക് യോജ്യമായ ആചാരഭേദം, ഇവയെന്നോ ഒന്നും സൂക്ഷിക്കാതെ ജീവബോധം പാടെ അടങ്ങുകയാൽ അവയ്ക്കുപരി നിൽക്കുന്ന ഈ മഹാജ്ഞാനി സാക്ഷാത് ശിവം തന്നെ. ശിവം തന്നെ എന്ന് പറഞ്ഞാലും ശിവൻ തന്നെ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ശിവൻ മംഗളസ്വരൂപൻ, ശിവം മംഗളം. മരണാവസ്ഥയിൽ ഉയിർ ഉടലിനെ വിട്ടു പോകുന്നത് പോലെയാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങളും വൃത്തികളും ഈ മഹാജ്ഞാനിയെ വിട്ട് പിരിയുന്നതെന്നും കണ്ടുകൊള്ളണം. മരണം എങ്ങനെ? തലയോട് പോന ഉയിർ, തല ഛേദിക്കപ്പെടുമ്പോൾ അതോടൊപ്പം ജീവനും അകലുന്നത് പോലെ സാധകന്റെ ദശയിൽ ഉണ്ടായിരുന്ന ഭേദചിന്തകളൊക്കെ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം അപ്പാടെ ഇല്ലാതെയാവും. അയാളെ പിന്നെ അങ്ങ് ഇങ്ങനെ ചെയ്യരുത്, അങ്ങ് ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഇതൊന്നും പറയരുത്. എല്ലാ വിധി നിഷേധങ്ങളെയും അദ്ദേഹം അതിക്രമിച്ചിരിക്കുന്നു. ആർക്കാണ് ഈ വിധി നിഷേധങ്ങൾ? ഡൂസ് ആൻഡ് ഡോൺസ്. ദേഹബോധമുള്ളവനാണ്, താനൊരു ജീവനാണ്, വ്യക്തിയാണ് എന്ന ഭാവമുള്ളവനാണ് ഈ വേലിക്കെട്ടുകൾ മുഴുവൻ. ജ്ഞാനിക്ക് വേലി കെട്ടാൻ നോക്കണ്ട. ജ്ഞാനിക്ക് വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ആകാശത്തിന് വേലി കെട്ടുന്നത് പോലെയാണ്. നിങ്ങൾ എത്ര ദൂരം വളച്ച് വേലി കെട്ടിയാലും ആകാശം അതിൻ്റെ അപ്പുറത്തും ഉണ്ടാവും. അതുകൊണ്ട് കർമ്മകാണ്ഡ വേദഭാഗം ജ്ഞാനിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അയാൾക്ക് നിത്യകർമ്മങ്ങളുമില്ല, നൈമിത്തിക കർമ്മങ്ങളുമില്ല, വിശേഷ കർമ്മങ്ങളുമില്ല, യാഗയജ്ഞാദി കർമ്മങ്ങളുമില്ല. കാരണം അദ്ദേഹം എല്ലാറ്റിനെയും അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത പദ്യം വായിക്കാം. ശാവേ പെരുനോൻപായി ശന്തറ്റ സത്യർക്ക് തേവാരം കാലം ധ്യാനമറം പാവം വിധിവിരുദ്ധം പേശുകൈക്ക് വേദാഗമങ്ങൾ അതിശയിക്കുമേലുരൈപ്പാർ ആർ. ഈ വിധിനിഷേധങ്ങൾ ജ്ഞാനിയെ ഒരു തരത്തിലും ബന്ധിക്കുന്നില്ല എന്നുള്ളതിനെ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. ഈ ജ്ഞാനികൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ശാവേ പെരുനോൻപായി. പെരുനോൻപ് എന്ന് പറഞ്ഞാൽ മഹാവ്രതം. നമ്മൾ നൊയമ്പ് എന്നൊക്കെ പറയാറില്ലേ? പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് നൊയമ്പുണ്ട്, ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ഈസ്റ്റർ ആ ഒരു 10 ദിവസം ഉണ്ടല്ലോ, ഞായറാഴ്ച അവസാനിക്കുന്നത്. ഞാൻ കേട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. ആ നൊയമ്പ് കാലത്ത് അവര് മത്സ്യമാംസങ്ങളും മുട്ട പോലും കഴിക്കാറില്ല എന്നാണ്. അല്ലാത്ത വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും അവർ അത് കഴിക്കും. അപ്പോ ഒന്ന് കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പിന്നെയും നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് വീട്ടില് ബലിയാണ്, ശ്രാദ്ധമാണ്. അതുകൊണ്ട് ഇന്ന്
മത്സ്യം, മാംസം, മുട്ട ഇതൊന്നും വീട്ടിലെടുക്കാൻ പാടില്ല. അല്ല, ശ്രാദ്ധം ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നോ അദ്ദേഹം പോയില്ലേ? നിങ്ങളാണല്ലോ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ എന്തുകൊണ്ട് വെച്ചുണ്ടൂടാ എന്ന് ചോദിച്ചാൽ, അല്ല, നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഈ ഐറ്റംസ് ഒന്നും അടുക്കളയിൽ കയറ്റാറില്ല. അതെന്തേ കയറ്റാത്തത്? വിശേഷ ദിവസങ്ങളിൽ, പുണ്യദിനങ്ങളിൽ കയറ്റാൻ പാടില്ലാത്ത സാധനങ്ങൾ ഒരിക്കലും അടുക്കളയിൽ കയറ്റരുത്. അതെന്തിനാ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നയം? അതിന്റെ ആവശ്യം എന്തുവാ? ഒന്ന് കഴിക്കാൻ പാടില്ല, ഒന്ന് വർജിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വർജിക്കുക തന്നെ വേണം. ചില പ്രത്യേക സമയത്ത് മാത്രം വർജിക്കുകയും അല്ലാത്ത സമയത്ത് നാക്കിനടിമയായി അത് വെച്ച് തിന്നുകയും ചെയ്യുന്നത് മനുഷ്യന് ഭൂഷണമാണോ? രുചി രുചി രുചി, ഈ നാവെന്നുള്ള ആ രസനേന്ദ്രിയത്തിന്റെ പുറകെ പായുകയാണ്. മനുഷ്യനല്ല, ലോകം. അതിരാവിലെ 6 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ടൈം എന്നാണ് പറയുന്നത് ടി വിയിൽ, ടേസ്റ്റ് ടൈം. എന്നിട്ട് അതിൽ പറയുന്ന വാക്കുകളോ, 3 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ വെന്ത് അതിനെ മുറിച്ച്, 3 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞത് ചിക്കൻ. അപ്പൊ ഈ ടേസ്റ്റ് ടൈം, കേരള കഫേ, ഇപ്പൊ താൻ ഇതൊക്കെ കാണാറുണ്ടല്ലേ? ഇല്ല, ഞാൻ കാണാറില്ല. ഇത് ചിലപ്പോ ഈ പ്രോഗ്രാം, അടുത്ത ദിവസത്തെ പ്രോഗ്രാം പറയുമ്പോൾ, ഇതിന്റെ പരിപാടികൾ അടുത്ത ദിവസം ഉണ്ട്, അത് പറയുമ്പോൾ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ മുമ്പിൽ വന്ന് പെട്ടുപോകുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും. ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്തെന്നറിയാമോ? ഈ പാചകരംഗം എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും, കാണാൻ മിക്കവാറും സുന്ദരികളായ സ്ത്രീകളെയാണ് ഇതൊക്കെ. കാരണം പാചകരംഗം നോക്കിയില്ലെങ്കിൽ ഇവരെങ്കിലും ആരെങ്കിലും ഒക്കെ നോക്കുമല്ലോ, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇവരെ കൊണ്ട് ഓരോന്നും ഉണ്ടാക്കി കാണിച്ച് അവസാനം വേറൊരാൾക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അവർ വായിലിട്ട് എന്നൊക്കെ പറയും. ഈ ഉണ്ടാക്കിയ ആൾ ഇത് കഴിക്കുന്നതായിട്ട് ഒരു TV ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ആഹാ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കാശ് കൊടുത്ത് പറയിക്കുന്നതായിരിക്കും. ചിലർ ഇതൊരു സ്ഥിര ഏർപ്പാടാക്കിയിരിക്കുകയാണ്. പുതിയ ഏതെങ്കിലും ഒരു വിഭവം ഒരു വീട്ടിൽ പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അവർ കഴിക്കുന്നതിന് മുമ്പേയാണ്. നമ്മളെന്താണ്, ഗിനിപ്പന്നികളോ? ഈ ഗിനിപ്പന്നികളിലാണല്ലോ മനുഷ്യൻ പരീക്ഷണം നടത്തുന്നത്. അപ്പൊ അവര് വെച്ചത് അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാതെ അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് കൊടുത്ത് ഇതൊന്ന് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ മോശമാണെന്ന് ഒരിക്കലും പറയാറില്ല. കൊള്ളാം, മോശമാണെങ്കിലും നമ്മൾ കൊള്ളാം എന്നേ പറയാറുള്ളൂ. അവർ വെച്ച് നോക്കി അത് കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എത്രത്തോളം കൊള്ളാമെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ രസനേന്ദ്രിയത്തിന്റെ പുറകെ ലോകം പായുകയാണ്. ശാവേ പെരുനോൻപായ്. ശാവ് എന്ന് പറഞ്ഞാൽ മരണം. മരണം എന്ന് പറഞ്ഞാൽ അഹങ്കാര നാശം. സാധാരണ ശരീരത്യാഗത്തെ നമ്മൾ മരണം എന്ന് പറയാറുണ്ടെങ്കിലും ആ ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുകയാണല്ലോ ആ ജീവൻ പുനർജന്മത്തിലൂടെ. അപ്പൊ അത് ആത്യന്തികമായ മരണമാവുന്നില്ല. ആത്യന്തികമായ മരണം, യഥാർത്ഥ മരണം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ശരീരം സ്വീകരിക്കാതെ ഇരിക്കുന്ന മോക്ഷനിലയാണ്. അത് അഹങ്കാരനാശത്തിലൂടെയേ നമുക്ക് സിദ്ധിക്കൂ. ശാപേ പെരുനോൻപായി. അഹങ്കാരനാശത്തെ മഹാവ്രതമായി അല്ലെങ്കിൽ മഹാതപസ്സായി കരുതുന്നവർക്ക് അഹങ്കാരത്തെ എന്ത് വില കൊടുത്തും ഞാൻ നശിപ്പിക്കും. ഇങ്ങനെ ഒരു ശപഥമെടുത്ത് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്ക്, ശന്തത്ര സത്യർക്ക്, ശന്തത്ര എന്ന് പറഞ്ഞാൽ ഭേദങ്ങളില്ലാത്ത, ഭേദങ്ങളറ്റ, ഭേദബുദ്ധി ഇല്ലാത്ത സത്യർക്ക്, സത്യസ്വരൂപികൾക്ക്, ഈ ജ്ഞാനികൾ സത്യത്തെ സാക്ഷാത്കരിച്ചവർ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, സത്യമായി തീർന്നവർ. അതുകൊണ്ട് അവരെ സത്യർ എന്നാണ് പറയുന്നത്. നമുക്കൊരു മലയാള നടനുണ്ടായിരുന്നു, സത്യൻ. അദ്ദേഹത്തെ അല്പം ബഹുമാനത്തോടു കൂടി വിളിച്ചാൽ സത്യർ. ഇർ എന്നുള്ള പ്രത്യയം ആദരസൂചകമായിട്ട് ചേർക്കുന്ന പ്രത്യയമാണ്. ശന്തത്ര സത്യർക്ക്, സത്യസ്വരൂപികൾക്ക് എന്ന് പറഞ്ഞാൽ സത്യമായി തീർന്നവർക്ക് തേവാരം, കാലം, ധ്യാനം, അറം, പാവം, വിധി വിരുദ്ധം പേശുകൈക്ക് വേദാഗമങ്ങൾ അതിശയിക്കുമേൽ ഉരൈപ്പാരാർ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഈ ജ്ഞാനികൾക്കില്ല. എന്തൊക്കെ? തേവാരം. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, നമ്പൂരി അല്ലെങ്കിൽ പട്ടരെ കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഈ ദേവാരം? ദേവാരാധനം. അത് ചുരുക്കിയാണ് ദേവാരം എന്നായത്. ദേവാരാധനം. ഒരു ദേവനെ, അത് അമ്പലത്തിൽ പോയി ആരാധിച്ചാലും ഒരു ബിംബമോ പടമോ വെച്ച് ആരാധിച്ചാലും അതിനു മുമ്പ് കുളിക്കുക നമ്മുടെ ഒരു സദാചാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ കുളിയും ദേവാരാധനവും കഴിഞ്ഞു. പിന്നെ വേറൊരു പറച്ചിലൂടെ ഉണ്ട്, ഊത്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും.
സന്ധ്യാവന്ദനം കഴിഞ്ഞോ? ഊത്ത് എന്ന് പറഞ്ഞാൽ സന്ധ്യാവന്ദനത്തിനാണ് പച്ച മലയാളത്തിൽ പറയുന്ന പേരാണ് ഊത്ത്. ഊതുക എന്നുള്ള അർത്ഥമൊന്നുമില്ല അതിന്. 3 നേരം ത്രൈവർണികന്മാർക്ക്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക്, ഉപനയന സംസ്കാരമുള്ളവർക്ക് സന്ധ്യാവന്ദനം ചെയ്യണം, അവർ സന്ധ്യാവന്ദനം ചെയ്യണം എന്നൊരു വിധിയുണ്ട്. ഇവിടെ തേവാരം എന്ന് പറഞ്ഞാൽ തമിഴിലുള്ള തേവാര പതികങ്ങൾ. പതികം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുടെ പാട്ട്, ഈശ്വര സ്തുതികൾ എന്നാണ് അർത്ഥം. തേവാര പതികങ്ങൾ. അപ്പൊ ഈ തേവാരം എന്ന് പറഞ്ഞാൽ തമിഴില് 3 പ്രധാനപ്പെട്ട മഹാത്മാക്കൾ, പേരെടുത്ത് പറയാവുന്ന 3 ഭക്തന്മാരോ അല്ലെങ്കിൽ ജ്ഞാനികളോ ഉണ്ട്. അപ്പർ, സുന്ദരർ, തിരുஞான സമ്പന്തർ. ഈ തിരുஞான സമ്പന്തരാണ് ഈ ഗ്രന്ഥകർത്താവിൻ്റെ ആചാര്യൻ. കണ്ണുടയ വള്ളലാർ സ്വാമികളുടെ ഗുരുനാഥനാണ് തിരുஞான സമ്പന്തർ. ഈ 3 പേരും അപ്പർ, സുന്ദരർ, സുന്ദരമൂർത്തി നായനാർ എന്നും പറയും, തിരുஞான സമ്പന്തർ. ഈ 3 പേരും ഈ ഗ്രന്ഥകർത്താവിൻ്റെ ഗുരുക്കന്മാരാണ് എന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ എല്ലാം കൃതികൾ, ഇവരെന്തൊക്കെ രചിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സ്തുതികൾ രചിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്ത് 7 പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമിഴ് സാഹിത്യത്തിലുള്ളതാണ് 7 പുസ്തകങ്ങൾ. അതിന് തിരുമുറൈ എന്നാണ് പറയുന്നത്. തിരുമുറൈ അതായത് ശൈവ സിദ്ധാന്തമാണ് ഇത് മുഴുവനും. ആ ശൈവ സിദ്ധാന്തങ്ങളുടെ ഒരു സമാഹാരം. അപ്പോൾ ശൈവന്മാർ ഇതിനെ തമിഴ് വേദം എന്നാണ് പറയുന്നത്. ഈ 3 ആചാര്യന്മാർ, അപ്പർ, തിരുஞான സമ്പന്തർ, സുന്ദരർ എന്ന് പറഞ്ഞാൽ സുന്ദരമൂർത്തി നായനാർ. സാധാരണ ഈ തമിഴ്നാട്ടിൽ നമ്മളിവിടെ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ജ്ഞാനപ്പാനയും ഹരിനാമ കീർത്തനവും ഒക്കെ ചൊല്ലാറുള്ള ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ഇല്ല. ഇപ്പം ആ സമയമൊക്കെ TV സീരിയലുകൾ കൈയടക്കി കഴിഞ്ഞു. അപ്പോൾ തേവാര പതികങ്ങൾ ഉച്ചരിക്കുന്നത്, പതികം എന്ന് പറഞ്ഞാൽ പാട്ട്, ഈശ്വര സ്തുതി എന്നൊക്കെയാണ്. തേവാര പതികങ്ങൾ ഉച്ചരിക്കുന്നത് അതാണ് തേവാരം. ജ്ഞാനിക്കുണ്ടോ തേവാരം? ദേവനായി മാറിയവൻ എന്ത് തേവാരം, അവനെന്ത് ദേവാരാധനം? മഹാവിഷ്ണു സാളഗ്രാമം വെച്ച് പൂജിക്കുവോ? പരമേശ്വരൻ ശിവലിംഗത്തിൽ അർച്ചനയോ അഭിഷേകമോ ചെയ്യുമോ? വിഷ്ണുവും ശിവനും അല്ലാത്ത നമ്മളെപ്പോലെയുള്ളവരല്ലേ ഇത് ചെയ്യുക? ശിവനോ വിഷ്ണുവോ ആയി തീർന്നവർക്ക് ഈ നിയമങ്ങളൊക്കെ ബാധകമാണോ? അല്ല. തേവാരം കാലം, അതാത് കാലങ്ങളിൽ അനുഷ്ഠിക്കേണ്ട പൂജാവിധികൾ, മംഗളമുഹൂർത്തം, ശുഭമുഹൂർത്തം എന്നൊക്കെ പറയുമല്ലോ, ആ കാലവും ഇദ്ദേഹത്തെ ബന്ധിക്കുന്നില്ല. ധ്യാനം, ഈ ധ്യാനം ശീലിക്കുന്നവർ ഒരു നിശ്ചിത സമയത്ത് ധ്യാനിക്കണം, എന്നാലേ ആ മനസ്സിനൊരു ഏകാഗ്രത കിട്ടൂ. എല്ലാത്തിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ അതൊരു ഹാബിറ്റായി മാറും. ഇതൊക്കെ ഒരു തരത്തിലുള്ള സദ്വാസനകളാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ രാവിലെ 6 മുതൽ 6:30 വരെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ദിവസവും ആ സമയം തന്നെ നാം പാലിക്കണം. ഒരു ദിവസം 8 മുതൽ 8:30 വരെ, വേറെ ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ 12:30 വരെ. അങ്ങനെ ചെയ്യരുത്. പൂജയാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും ധ്യാനമാണെങ്കിലും നാമജപമാണെങ്കിലും കൃത്യസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല സംസ്കാരമായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ടുള്ള ഗുണം എന്താ? അടുത്ത ദിവസം ഇതേ സമയമാകുമ്പോൾ ആ കർമ്മം ചെയ്യാൻ നാം നിർബന്ധിതരായിത്തീരും, പ്രേരിതരായിത്തീരും. അപ്പോൾ എന്താ, നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാണ് ഈ സമയനിഷ്ഠ പാലിച്ചാലുള്ള ഒരു ഗുണം. പക്ഷേ ഈ ജ്ഞാനികൾക്ക് ദേവാരാധനവുമില്ല, പുണ്യകാലങ്ങൾ, കാലം, ശുഭസമയം അതുമില്ല, അവർക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. അറം പാവം, അറം ധർമ്മം, പാവം പാപം, പുണ്യം പാപം അല്ലെങ്കിൽ ധർമ്മം അധർമ്മം, ഇതും അവരെ ബന്ധിക്കുന്നില്ല. വിധി വിരുദ്ധം, വിധി വിരുദ്ധം വിരുദ്ധം എന്ന് പറഞ്ഞാൽ വിരുദ്ധം, വിധിയും നിഷേധവും. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എടുത്താലും വേദങ്ങൾ എടുത്താലും ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത്, ചെയ്യൂ ചെയ്യരുത്, ചെയ്യൂ ചെയ്യരുത്, ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അനുഷ്ഠിച്ചിരിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വിധി നിഷേധങ്ങൾ ധാരാളം പ്രഖ്യാപിക്കുന്നവയാണ് നമ്മുടെ വേദങ്ങളായാലും ധർമ്മശാസ്ത്രങ്ങളായാലും. കാരണം അവിവേകിയായ മനുഷ്യന് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള വകതിരിവില്ല. അപ്പൊ അത് ശാസ്ത്രങ്ങൾ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അവന് തോന്നുന്നതൊക്കെ ചെയ്യും. തോന്നുന്നതൊക്കെ ചെയ്യുന്നത് മൃഗങ്ങളുടെ സ്വഭാവമാണ്, മനുഷ്യന്റെ അല്ല. മനുഷ്യന്റെ ഉള്ളിൽ പലതും തോന്നിയാലും
ചിലതിനെയൊക്കെ അവൻ മാറ്റി നിർത്തി ചിലത് മാത്രമേ അവൻ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അവിടെയാണ് വിവേകം മനുഷ്യന്റെ തുണയ്ക്കെത്തുന്നത്. അപ്പോൾ ആ വിവേകം വിവേകികളായ ശാസ്ത്രകാരന്മാരാണ് മനുഷ്യന് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പോൾ വിധി നിഷേധങ്ങളില്ല. പേശി കൈക്കി സംസാരിക്കാൻ പറയാൻ വേദാഗമങ്ങൾ ഈ ജ്ഞാനികളുടെ മഹത്വം, അവരുടെ സർവാതീതമായ നിലയുണ്ടല്ലോ, ആ നിലയെ വേദാഗമങ്ങൾ, വേദങ്ങൾ ആഗമങ്ങൾ, വേദങ്ങളെ രണ്ട് ഒരേ അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. ആഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം പറയാറുണ്ട്. തമിഴിലൊരു ചെറിയ വ്യത്യാസം, ഒരു വേദങ്ങളും വേദങ്ങളെ അടിസ്ഥാനമായി രചിക്കപ്പെട്ടിട്ടുള്ള മറ്റ് ശാസ്ത്രങ്ങൾ, ഇവ പോലും വേദാഗമങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിൽ വേദാഗമങ്ങൾ അതിശയിക്കും മേൽ ഉരയിപ്പാർ ആർ. വേദങ്ങൾ പോലും ജ്ഞാനിയുടെ അടുത്ത് നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ ശക്തങ്ങളാവുന്നില്ല. വേദത്തിന് പോലും അവിടെ ജ്ഞാനിയുടെ പുറത്ത് സ്വാധീനമില്ല. അതാണ് പറഞ്ഞത്, വേദങ്ങളുടെ അപ്പുറത്ത് പോയവർ, വിധി നിഷേധങ്ങളെ മറികടന്നവർ. നമ്മൾ ഈ വിധി നിഷേധങ്ങളെ മറികടക്കുന്നത് എങ്ങനെയെന്നോ, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ അതിന് വിപരീതമായി ചെയ്താൽ നമ്മൾ മറികടന്നു എന്നാണ്. നിയമലംഘനമല്ല വിധി നിഷേധങ്ങൾക്ക് അപ്പുറത്ത് പോവുക എന്ന് പറയുന്നത്. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ ഞാൻ എങ്ങനെയാ ഉല്ലംഘിക്കുന്നത്? മദ്യപിച്ചുകൊണ്ട്. അതല്ല വിധി നിഷേധങ്ങൾക്ക് അപ്പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വിധിയും നിഷേധവും ഒരു തരത്തിലും ബാധിക്കുന്നില്ല, താൻ സ്വതന്ത്രമായ ആത്മവസ്തുവാണ് എന്ന അറിവ് നേടിയാണ് വേദങ്ങളെ മറികടക്കേണ്ടത്. അല്ലാതെ വേദവാക്യങ്ങളെ ലംഘിച്ചുകൊണ്ടല്ല, വേദവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടല്ല. ഒരു മരം വളർന്നു വരാൻ വേലിയോ അതിനൊരു സംരക്ഷണമോ ആവശ്യമാണ്. ഒരു വൃക്ഷത്തിന്റെ തൈ കൊണ്ട് നട്ടു, അതിന് ചുറ്റും കമ്പി വേലി വെച്ച് അതിനെ പരിരക്ഷിക്കുന്നില്ലേ? എന്തിനാ? കന്നുകാലിയോ മറ്റോ വന്ന് അതിനെ തിന്നിട്ട് പോകാൻ, തിന്നാതിരിക്കാൻ. പക്ഷേ അത് തന്നെ വളർന്ന ഒരു മഹാവൃക്ഷമായി എങ്കിൽ ഇതുപോലെ 5 or 10 കന്നുകാലികളെ അതിൻ്റെ ചുവട്ടിൽ കെട്ടിയിടാം. എന്താ? പാകത വന്നു കഴിഞ്ഞു, പൂർണ്ണത വന്നു കഴിഞ്ഞു. അതുവരെ അതിന് സംരക്ഷണം, നിയന്ത്രണം, വിധി നിഷേധങ്ങൾ എല്ലാം ആവശ്യമാണ്. പക്ഷെ ഈ മനുഷ്യൻ എല്ലാറ്റിനെയും കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ട് തോന്നിയത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്ന് തെറ്റായി മനസ്സിലാക്കി അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ളതിനേക്കാളും മോശമായ സ്ഥിതിയിൽ പതിക്കുകയാണ്. വേദാഗമങ്ങൾ അതിശയിക്കുമേൽ ഉരയിപ്പാരാർ. വേദാഗമങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിൽ, അവയ്ക്ക് പോലും ജ്ഞാനിയെ വിധി നിഷേധങ്ങളുടെ അകത്ത് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമില്ല. വേദങ്ങൾ പോലും സ്തബ്ധരായി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സത്യസ്വരൂപികളാണ്. ഈശ്വരന്റെ വാണിയാണല്ലോ വേദങ്ങൾ. ഈശ്വരന്റെ മുഖത്തിൽ നിന്ന് ഉദ്ഭവിച്ച വേദവാക്യങ്ങളും വേദമന്ത്രങ്ങളും ഈശ്വരനെ ബന്ധിക്കുമോ? നമ്മൾ ഭഗവാനോട് പറയാറുണ്ടോ? മഹാവിഷ്ണുവിനോട് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങ് എന്തുകൊണ്ടാണ് ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാത്തത്? പറയുമോ? വിഷ്ണുവിന് ആവശ്യമാണോ വിഷ്ണു സഹസ്രനാമം? ശിവന് പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ആവശ്യമുണ്ടോ? നമഃശിവായ ആവശ്യമില്ല. ഇതുപോലെ ഈശ്വര തത്വമായി തീർന്നവർക്ക് ഈ വിധി നിഷേധങ്ങളൊന്നും ബാധകമാവില്ല. അങ്ങനെ ജ്ഞാനി സർവതന്ത്ര സ്വതന്ത്രനായി ഈ ഭൂമുഖത്ത് വിലസുന്നു എന്നാണ്. ജീവബോധം നശിക്കുന്നത് തന്നെ ഏകവ്രതമായി കരുതുന്ന ഈ ലോകബന്ധമറ്റ സത്യവ്രതന്മാർക്ക് തേവാരമോ സ്തുതികളോ ധ്യാനമോ പുണ്യപാപ ചിന്തയോ സമയഭേദമോ വിധി വിരുദ്ധ വ്യത്യാസമോ ഉണ്ടെന്ന് പറഞ്ഞാൽ വേദങ്ങളും ആഗമങ്ങളും ആശ്ചര്യപ്പെടുന്നതാണ്. അജ്ഞാനികൾ ചിലപ്പോ ഇവർക്ക് വിധി നിഷേധങ്ങളൊക്കെ ഉണ്ട്, അങ്ങ് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ചെയ്തത് വളരെ നന്നായി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേദങ്ങൾ മൂക്കത്ത് വിരൽ വെക്കും. എടാ, ഞങ്ങൾക്ക് പോലും അയാളെ ബന്ധിക്കാൻ നിയന്ത്രിക്കാനുള്ള കഴിവില്ല, താൻ ആരാ ഇവർക്ക് മാർക്കിടാൻ? അപ്പൊ വേദങ്ങൾ പോലും ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കും. ആരെ? ഈ അജ്ഞാനിയെ. ജ്ഞാനിയെ ധർമ്മം പഠിപ്പിക്കുന്നവരെ നോക്കി വേദം അത്ഭുതപ്പെട്ടു നിൽക്കുന്ന. ഈ വേദാഗമങ്ങൾക്ക് ഉപരി ഏത് പ്രമാണമാണ് ഈ വകയെപ്പറ്റി അഭിപ്രായപ്പെടുവാൻ അർഹമായി തീരുക? വിധി നിഷേധങ്ങളെ കുറിച്ചുള്ള അവസാനത്തെ വാക്കാണ് വേദങ്ങൾ. ആ വേദങ്ങൾ പോലും ഒന്നും പറയാൻ പറ്റാതെ മൂകരായി നിൽക്കുമ്പോൾ ഈ മനുഷ്യന് എങ്ങനെ ജ്ഞാനിയുടെ ചെയ്തികളെ വിലയിരുത്താൻ പറ്റും?
ഈ വക ഭേദചിന്തകളൊന്നും ഈ സത്യാധിഷ്ഠിതർക്ക് ഇല്ലെന്ന് തീർത്ത് പറയാം എന്ന് താത്പര്യം. ഉറപ്പിച്ചു പറയാൻ ജ്ഞാനിയെ ഒരു വിധി നിഷേധങ്ങളും ബന്ധിക്കുന്നില്ല. അയാൾ സത്യസ്വരൂപിയാണ്. സത്യം വിധി നിഷേധങ്ങൾക്കപ്പുറത്താണ്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.